ഹായ്, നമസ്കാരം. നമ്മളിന്ന് ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ പെൻഷൻ ഫണ്ട് 1 കോടി രൂപ നമ്മളുടെ പെൻഷൻ ഫണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ 1 കോടി രൂപ എന്ന് പറയുന്നത് വലിയ ഒരു തുകയാണ്. എനിക്കൊരിക്കലും അത് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് നമ്മളിൽ പലരുടെയും ഒരു ചിന്ത. ഇന്ന് നമുക്ക് ഒരു 30,000 രൂപയാണ് നമ്മളുടെ ഒരു മാസ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ × 3 ആയിട്ടുള്ള ഏകദേശം 1,00,000 രൂപയാണ് നമ്മൾ റിട്ടയർമെൻറ്റിൽ ഒരു 25 വർഷക്കാലം കഴിഞ്ഞിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റിൽ തുക നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് നമുക്ക് ഉപയോഗിക്കുന്ന തുകയുടെ ഏകദേശം 3 ഇരട്ടി തുക നമ്മുടെ റിട്ടയർമെൻറ്റ് കാലത്ത് നമുക്ക് വേണ്ടി വരും. നമ്മൾ ജോലി ചെയ്യുന്നത് ഒരു 28 വയസ്സിൽ നമുക്ക് ജോലി ചെയ്ത് നമ്മളൊരു 56 വയസ്സ് വരേക്ക് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ കാലം ഒരു പക്ഷേ നമുക്ക് ജോലിയും വരുമാനവും ഇല്ലാതെ ജീവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് റിട്ടയർമെൻറ്റ് പീരീഡ്. ആവറേജ് മലയാളിയുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ആധുനിക രാഷ്ട്രങ്ങൾ, അതായത് വളരെ വലിയ രാജ്യങ്ങളായ USA, ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ ലൈഫ് സ്പാനോട് ഏകദേശം അടുക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് സ്പാനാണ് ഇന്ന് കേരളത്തിലെ ആളുകളുടെ ജീവിത രീതിയിലും അതേപോലെ തന്നെ അവരുടെ ഇവിടെ കിട്ടുന്ന മെഡിക്കൽ സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ ആളുകളുടെ ലൈഫ് സ്പാൻ ഒരുപാട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു കാലത്തിനേക്കാൾ കൂടുതൽ പലരും ജോലി ഇല്ലാതെ കാലം കൂടുതൽ ജീവിക്കേണ്ടതായിട്ട് വരും. അന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു ചിലവുകളും നമുക്ക് മാറ്റിവെക്കാനായിട്ട് ഇല്ല. എന്നുള്ളതുപോലെ തന്നെ ഭക്ഷണ ചെലവ്, അതേപോലെ മരുന്ന് അതേപോലെയുള്ള ബാക്കിയുള്ള ചെലവുകളെല്ലാം തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് കാലത്തും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അത് ചിന്തിക്കുന്നതിനെക്കാട്ടിലും എത്ര നേരത്തെ നമുക്ക് അതേപ്പറ്റി ചിന്തിക്കാൻ കഴിയുന്നുവോ അതിനനുസരിച്ചിട്ടുള്ള ഒരു നല്ല ഫണ്ട് നമുക്ക് റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് രൂപീകരിക്കാൻ ആയിട്ട് സാധിക്കും. ജോലിയുള്ള കാലത്ത് നമുക്ക് വളരെ അന്തസ്സായിട്ട് നമ്മൾ ജീവിതം കഴിയുന്ന ഒരാൾ ജോലി ഇല്ലാതിരിക്കുമ്പോൾ പലപ്പോഴും പല വീടുകളിലും വരുമാനമോ ജോലിയോ ഇല്ലാത്ത വയസ്സായ ആളുകളുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നു എന്നുള്ളത് കാണാം. നമ്മളുടെ മുന്നത്തെ ഒരു തലമുറയിലുള്ള ആളുകൾക്ക് ഇതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് ജോലി ഉള്ള ആളുകളല്ലാത്ത ആളുകൾക്ക് സ്വന്തമായിട്ട് ഒരു പെൻഷൻ ഫണ്ട് പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് അടച്ച് പൂർണ്ണമായ രീതിയിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ആ പെൻഷൻ വാങ്ങിക്കാനോ ഉള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെപ്പോലെയുള്ള ആളുകളുടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ അത്യാവശ്യം നല്ല ഒരു ശമ്പളം വാങ്ങുന്ന ഒരാളുകൾക്ക് പെൻഷന് വേണ്ടിയിട്ടൊരു തുക മാറ്റി വയ്ക്കാനും ആ തുക ഒരു 10-20 വർഷക്കാലം അടച്ച് അവർക്ക് അത് നല്ലൊരു പെൻഷൻ ഫണ്ടായിട്ട് വാങ്ങിയിട്ട് അവരുടെ ശിഷ്ടകാലം നല്ല രീതിയിൽ ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ ജീവിതകാലത്തിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, അതേപോലെ നമ്മളുടെ കുടുംബം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടായിരിക്കാം നമ്മളൊരു റിട്ടയർമെൻറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു റിട്ടയർമെൻറ്റ് കാലത്തെങ്കിലും വളരെ സമാധാനമായിട്ടും അന്തസ്സായിട്ടും ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ജീവിക്കണമെന്ന് നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലും ഭൂരിഭാഗം ആളുകളുടെ ഉള്ളിലും ഉള്ള ഒരു ആഗ്രഹമാണത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ എത്ര നേരത്തെ നമ്മൾ തുടങ്ങുന്നുവോ അതാണ് ഏറ്റവും എളുപ്പം. ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എന്താണോ നമുക്ക് സാധിക്കുക ആ ഒരു തുക സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ മാസവും നമ്മൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 20 വർഷക്കാലം നമ്മളുടെ മുന്നിലുണ്ടെങ്കിൽ 1 കോടി രൂപ നമുക്ക് ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 1 കോടി രൂപ ഇന്ന് 30 വയസ്സുള്ള ഒരാളാണ്, അവർക്ക് ഒരു 50 വയസ്സിലാണ് അവർ റിട്ടയർമെൻറ്റ് ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് 1 കോടി രൂപ എങ്ങനെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു മാസം മിനിമം തുക ഒരു 5,000 രൂപ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ SIPയിൽ
നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് 25 കൊല്ലം കൊണ്ട് 1 കോടി രൂപ നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. 25 കൊല്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ അയ്യോ കുറച്ച് ലോങ് ടേം ആണ് എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കും. നമുക്കത് 20 കൊല്ലം കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ 12,500 രൂപ വെച്ചിട്ട് എല്ലാ മാസവും നമ്മൾ SIPയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് 1,02,00,000 രൂപ ഏകദേശം റിട്ടയർമെൻറ്റ് കോർപ്പസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി 12,500 രൂപ നിക്ഷേപിക്കാൻ സാധിക്കാത്ത ആളുകളുടെ അടുത്ത് പറയാനുള്ളത് ആദ്യത്തെ വർഷം 5,000 രൂപയായിട്ട് നമുക്കത് തുടങ്ങാനായിട്ട് സാധിക്കും. അടുത്ത വർഷം ഒരു 10% എമൗണ്ട് നമ്മൾ കൂടുതലായിട്ട് നിക്ഷേപിക്കുക. അതിൻ്റെ അടുത്ത വർഷം ഓരോ കൊല്ലം കൂടുന്തോറത്തോളം നമ്മളൊരു 10% തുക അധികമായിട്ട് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് 55-ാമത്തെ വയസ്സിൽ നമുക്ക് 1 കോടി രൂപ നമുക്ക് ഒരു കോർപ്പസായിട്ട് ലഭിക്കും. 1 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഒരു 50,000 രൂപയെങ്കിലും നമുക്കൊരു മന്ത്ലി പെൻഷനായിട്ട് അവൈൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി കുറേ കാലം കഴിയുന്ന സമയത്ത് ചിലപ്പോൾ പെൻഷൻ റേറ്റെല്ലാം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നേക്കാം. എങ്കിൽ പോലും 1 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് നിക്ഷേപിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നിക്ഷേപങ്ങളിലേക്ക് മാറ്റാം. അതല്ലെങ്കിൽ അത് പെൻഷൻ ഫണ്ടായിട്ട് തന്നെ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ റേറ്റിലുള്ള ഒരു പെൻഷൻ കിട്ടും. എങ്കിലും 1 കോടി രൂപ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമാധാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വൈകിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ഇപ്പോൾ ചില ആളുകൾ 30 വയസ്സിൽ പെൻഷനെ പറ്റി ചിന്തിക്കും, ചില ആളുകൾ 35 വയസ്സിലാണ് പെൻഷനെ പറ്റി ചിന്തിക്കുന്നത്, ചില ആളുകൾ 40 വയസ്സിലാണ് ചിന്തിക്കുന്നത്, ചില ആളുകൾ 50 വയസ്സിലാണ് ചിന്തിക്കുന്നത്. ഏത് പ്രായത്തിൽ ചിന്തിച്ചാലും ഓരോരുത്തരുടെ സാഹചര്യം ഓരോ പോലെ ഇരിക്കും. 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ മന്ത്ലി 5,000 രൂപ, അതായത് ഒരു 150 രൂപയോ 200 രൂപയോ ഒരു ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫുഡ് കഴിക്കാൻ നമുക്ക് ഒരു ദിവസം 150 രൂപ 200 രൂപയൊക്കെ നമുക്ക് ചിലവുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നല്ലൊരു ഫുഡ് കഴിക്കുന്ന ഒരു പൈസ നമ്മൾ ദിവസേന മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമാധാനകരമായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് കോർപ്പസ് നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഈ 1 കോടി രൂപ നിക്ഷേപിക്കാനുള്ള ഒരു നല്ല പദ്ധതിയുടെ ഒരു ചെറിയ രൂപരേഖ കൂടി ഞാൻ ഇതിനോടൊപ്പം പറയാം. പല SIPകളും നമുക്കുണ്ട്. എൻഡോമെൻറ്റ് പ്ലാൻസ് ആണെങ്കിലും നമുക്ക് 30 വർഷം അടച്ചു കഴിഞ്ഞാലാണ് നമുക്ക് 30 കൊല്ലം 1,00,000 രൂപ അടച്ചു കഴിയുകയാണെങ്കിൽ നമുക്ക് 1 കോടി കോർപ്പസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനേക്കാൾ ഒരു 10 വർഷം നേരത്തെ നമുക്ക് 1 കോടി രൂപ ഉണ്ടാക്കണമെങ്കിൽ നമുക്കത് യൂലിപ്പ് പദ്ധതികൾ, അതായത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭവും കൂടി ചേർന്നാലാണ് നമുക്ക് അതിന് സാധിക്കുകയുള്ളൂ. LICയുടെ ഒരു SIP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയിൽ നമുക്ക് ഒരു മാസം 12,500 രൂപ, 30 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയൊക്കെയുള്ള ആളുകൾക്ക് ഒരു മാസം 12,500 രൂപ വെച്ച് നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ അവരുടെ 20-ാമത്തെ വർഷം തന്നെ അവർക്ക് 1,02,00,000 രൂപ മെച്യൂരിറ്റി കിട്ടുന്നതായിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ ഏകദേശം 30 ലക്ഷം രൂപയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 12.5% ലാഭം കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം അത് 1,02,00,000 രൂപയായിട്ട് മാറുന്നു. എപ്പോഴും ലോങ് ടേമിൽ നമുക്ക് ഒരു 12% ലാഭം നമുക്ക് പ്രതീക്ഷിക്കാം. ഷോർട്ട് ടേമിൽ നമുക്ക് അത്രയും ലാഭം നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഏത് നിക്ഷേപങ്ങളും SIPകളും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളും എല്ലാം നമ്മൾ ലോങ് ടേമിൽ നിക്ഷേപിക്കുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ലാഭവിഹിതമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ നിത്യവരുമാനം അല്ലെങ്കിൽ മന്ത്ലി ഇൻകത്തിൽ നിന്ന് ഒരു മാസം മിനിമം ഒരു 5,000 രൂപ മുതൽ ഒരു പെൻഷനിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ ആളുകൾക്കും അവർക്ക് ഒരു 20 കൊല്ലക്കാലം അവരുടെ മുന്നിലുണ്ടെങ്കിൽ 1 കോടി രൂപ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 5,000 രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഓരോ വർഷവും നമ്മൾ 10% എമൗണ്ടുകൾ അഡീഷണലായിട്ട് നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാലാണ് നമുക്കത് സാധിക്കുക. എന്നാൽ ഒരു 10,000 രൂപയ്ക്ക് മേലെ നമുക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഏകദേശം 20 വർഷക്കാലം തന്നെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 കോടി രൂപ റിട്ടയർമെൻറ്റ് ഫണ്ടായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പലരുടെയും സംശയം 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് നമുക്ക് നിക്ഷേപിക്കാനായിട്ട് അല്ലെങ്കിൽ നിക്ഷേപം സാധിക്കാത്ത ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം SIP പോലുള്ള പദ്ധതികൾ, പല പദ്ധതികളും 5 വർഷത്തെ ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്.
അതല്ലെങ്കിൽ എത്ര കാലം നമ്മൾ അടച്ചുവോ അത്രയും കാലം അടച്ച് നമ്മൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാലും ആ എമൗണ്ട് നമുക്ക് റിട്ടയർമെൻറ്റ് കാലാവധി ആകുമ്പോഴത്തേക്ക് ഒരു എമൗണ്ട് ആയിട്ട് മാറും. പക്ഷേ നമ്മുടെ നിക്ഷേപം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ലാഭം നമുക്കതിൽ ചേരില്ല. അതിൽ ഒരു നിശ്ചിതമായ ഇൻട്രസ്റ്റ് മാത്രമാണ് അതിൽ ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയും ഒരു പെൻഷൻ പ്ലാൻ ചെയ്യാത്ത ആളുകൾ അവർക്ക് നല്ല സന്തോഷകരമായ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാനായിട്ട് ഉള്ള ഏറ്റവും നല്ല ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഇതുവരേക്കും ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു നല്ല റിട്ടയർമെൻറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ SIP എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. SIPയെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസും അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ വീഡിയോ കുറച്ചധികം നീണ്ടുപോകും. അതുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് SIPയെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.